ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഉത്രാട ദിവസം രാത്രിയാണ് ഇപ്പോൾ. അതായത് നാളെ തിരുവോണം ദിവസമാണ്. അപ്പോൾ ഞാൻ പൂവെല്ലാം അത്തപ്പൂ ഇടാനായിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ തിരുവോണം സെലിബ്രേഷൻ, ഞങ്ങളുടെ ഒരു ചെറിയ ഓണം സെലിബ്രേഷൻ, സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മൈ ചെന്നൈ ക്ലാസ്മേറ്റ്സ് കോളേജ് മീറ്റ്സ് എനിവൺ. ഓക്കെ, നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് സാധാരണ അടുപ്പിലാണ് അരി ഇടേണ്ടതെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അടുപ്പിലിടാനായിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കോലമൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്. എവിടെ വരെയായി ഓണം? ഓണം എവിടെ വരെയായി? 2 മണിയായി. ഓണമൊന്നും തീരുന്നില്ല. പണിയെടുത്ത് ചാവാറായി. അതാ ഓണം. നാളെ യൂട്യൂബിലൊക്കെ ഇത് വരും. അപ്പ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇപ്പോൾ തിരുവോണം ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ടൈം ഒരു 7:50 ആയി. ഞാൻ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഗൈസ്. ഞാൻ എത്ര മണിക്കാണ്? ഞാനൊരു 7 മണിയായപ്പോഴാണ് എഴുന്നേറ്റത് തന്നെ. അപ്പോൾ ഞാൻ കുളിച്ചു. ഇപ്പം നമുക്ക് അത്തപ്പൂ ഇടുന്ന സെക്ഷനിലേക്ക് കിടക്കാം. ഇവിടെ വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് എല്ലാ വർഷവും ഒറ്റയ്ക്കാണ് അത്തപ്പൂ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം നിങ്ങളും കൂടെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് അത്തപ്പൂ ഇടാം. ഞാൻ കാണിച്ചു തരാം. അമ്മ രാവിലെ ഒരു 5 മണിയായപ്പോഴത്തേക്കിന് എഴുന്നേറ്റു, കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് 7 മണിയായിരുന്നു. നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് മാത്രം 5 അല്ലെങ്കിൽ 7 തിരിയിട്ട് വിളക്ക് കത്തിക്കും. നമ്മൾ 5 തിരിയിട്ടാണ് സാധാരണ തിരുവോണത്തിൻ്റെ അന്ന് സ്പെഷ്യൽ ഡേയ്സിലൊക്കെ കത്തിക്കാറുള്ളത്. ഹാപ്പി ഓണം. ഇങ്ങോട്ട് തിരി ശരിക്കും. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അവള് കിടന്നു ഉണ്ട്. ബിങ്കു ഹാപ്പി ഓണം. അമ്മ വരുന്നു. ബിങ്കു ഹാപ്പി ഓണം. ബിങ്കു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അമ്മ, നമ്മൾ എപ്പോഴും ഇവിടെ ചോറ് വെക്കാറുണ്ടോ? പിന്നെ ഇന്നെന്താ ഇവിടാണോ വെക്കണ്ടേ? അങ്ങനെയാണോ? ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പോൾ അത്തപ്പൂ ഇട്ട് കഴിഞ്ഞിട്ട് വന്ന് കുടിക്കാനുള്ള സാവകാശം എനിക്കില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ചായ കുടിച്ചിട്ട് തുടങ്ങാം ഗൈസ്. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും ഓണം എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഓണം കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാം സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ചോ എല്ലാവരും? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഗൈസ് ആ സൗണ്ട്? അത് അമ്മ ബിങ്കോയെ കൊഞ്ചിക്കുന്ന സൗണ്ടാണ് കേട്ടോ. അപ്പം ഈ വർഷത്തെ ഓണത്തിനൊരു പ്രത്യേകതയുണ്ട് ഗൈസ്, നിങ്ങൾക്കല്ല എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മയും അപ്പായും കൂടെ തമ്മിൽ ഒരേ ഒരു പ്രാവശ്യം, ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഞങ്ങൾ ചേർന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് എല്ലാ പ്രാവശ്യവും ഓണത്തിൻ്റെ സമയത്ത് അപ്പായ്ക്ക് ലീവ് കിട്ടാറില്ല. ഒരേ ഒരു പ്രാവശ്യം എനിക്ക് 1 വയസ്സുള്ളപ്പോഴെന്തോ ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാനും അമ്മയും അപ്പായും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓണം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലാണ്. ഇതുണ്ടോ ഗൈസ്, ഇവിടെ ഫ്ലോർ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ചോക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അരിപ്പൊടി വെച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെ. കുറച്ച് പാടാണെന്നത് നമ്മൾ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ആക്ച്വലി ഈ യൂട്യൂബ് വ്ലോഗ് എന്താ എടുക്കുന്നതെന്ന് അറിയോ? എൻ്റെ കൂടെ പഠിക്കുന്ന ചെന്നൈയിലുള്ള കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓണം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഓണം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ സിറ്റ് ഔട്ടിലാണ് അത്തപ്പൂ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഞാൻ മുറ്റത്തിടാത്തതെന്ന്. മുറ്റത്തിട്ടാൽ മഴ പെയ്തിട്ടല്ല ഒലിച്ചു പോകത്തില്ലേ? ഇവിടെ ആകുമ്പോൾ ഞാൻ 2-3 ദിവസം അത് കൺസർവ് ചെയ്ത് വെക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയിലൊന്നും ഇടാൻ എനിക്കറിയില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്തായാലും ഇടാം. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് റൗണ്ട് വരച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീ ഹാൻഡിൽ വരച്ചതാണ് കേട്ടോ. അതുകൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ. ദാരിദ്ര്യം പിടിച്ച സർക്കിൾ എന്നാരും വിചാരിക്കില്ലേ.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് പൂക്കളം ഇട്ട് കഴിയണം എന്നാണ് പറയാറുള്ളത്. പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ 7:30 വെളുപ്പിന് എഴുന്നേറ്റ്, അതായത് 7:30 സമയമല്ല 4 മണിയോ എന്തോ ആണ്, ആ സമയത്ത് എഴുന്നേറ്റ് കുറേ ആൾക്കാരായിട്ട് കുളത്തിൽ പോയി കുളിച്ച് തിരുവാതിരയൊക്കെ കളിച്ച് വിളക്ക് കത്തിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവരെല്ലാം പൂക്കളിട്ട് കഴിയും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിലേക്ക് വന്നതിന് ശേഷം നമ്മളൊക്കെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് പതുക്കെ എഴുന്നേറ്റാണ് പൂക്കളം ഇടാറുള്ളത്. പക്ഷെ അങ്ങനെ ഇടാൻ പാടില്ല എന്നാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഗൂഗിളിൽ നിന്നൊരു ഡിസൈൻ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഞാനായിട്ടൊരു ഡിസൈഡ് ചെയ്തൊന്നുമല്ല കേട്ടോ പൂക്കളം ഇടാറുള്ളത്. സാധാരണ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താണോ മനസ്സിൽ വരുന്നത് അത് അതേപോലെ അങ്ങ് കോലപ്പൊടിയാണ് ഇത്, അത് വെച്ച് അങ്ങോട്ട് ഇടാറാണ് പതിവ്. അങ്ങനെ നമ്മളുടെ ഫ്രീ ഹാൻഡ് ഔട്ട്ലൈൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൂ ഇടാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ പൂക്കളൊന്നുമില്ല കേട്ടോ, ഒരു കിറ്റിൽ എത്ര പൂക്കളുണ്ടാവും അത്രയേ ഉള്ളൂ എൻ്റെ കയ്യിലും. ഇത് നെസ്ലെ ആണെങ്കിൽ ഇവിടെ വന്നിരിപ്പുണ്ട്. അവൾ ഡിസ്റ്റർബ് ചെയ്യത്തൊന്നുമില്ല കേട്ടോ നമ്മളെ, അവൾക്കറിയാം അവളൊരു സൈഡിൽ മാറിയിരിക്കുകയുള്ളൂ. ഇത് നമ്മളുടെ അത്തപ്പൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഡിസൈൻ. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ അത്തപ്പൂ ഇട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുറച്ച് പൂക്കൾ ബാലൻസ് വരുന്നത്. അതുകൊണ്ട് ഞാനൊരു ജസ്റ്റ് ഹാപ്പി ഓണം എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അത്തപ്പൂക്കെ ഇടുന്ന സമയം കൊണ്ട് അപ്പ അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും പോയില്ല. അമ്മ അടുക്കളയിൽ എപ്പോഴും ബിസി ആയിരിക്കും. പിന്നെ ഞാൻ ഇതൊക്കെ ഇടുന്നത് കൊണ്ട് എനിക്കും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറേ ലേറ്റ് ആവും അത്തപ്പൂ ഇട്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഓണം ഗെറ്റ് റെഡി ആയാലോ? ഇനി അതിന് മാത്രം ഒരു കുറവ് വരുത്തുണ്ട്. അത്തപ്പൂക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആവാമെന്ന് വിചാരിച്ചാണ്. കുറച്ച് ലേറ്റായി പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് റെഡി ആവാം. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം ലുക്ക്. ഞാൻ ഈ വർഷം സാരി ഒന്നും ഉടുക്കാൻ നിന്നില്ല. അത്തപ്പൂവിൻ്റെ തന്നെ ഡിസൈനുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു ചുരിദാറായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പീസ്. ഞാൻ ഫസ്റ്റ് അരളിപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതെടുത്ത് കളഞ്ഞു. ഗൈസ്, ഞാൻ ഓണക്കോടി ഇട്ടിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. ഫോട്ടോസ് മാത്രം എടുത്തിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഗൈസ്, നമ്മുടെ ഫുഡൊക്കെ റെഡിയായി ഗൈസ്. സാമ്പാർ, പയറുതോരൻ, ബീട്രൂട്ട് പച്ചടി, മറ്റേ വൈറ്റ് കളർ പച്ചടി, അവിയൽ, പരിപ്പ്, മോര്, പിന്നെ ഏതോ 2-3 സെറ്റ് അച്ചാറുണ്ട്. ഇതിപ്പോൾ വിളക്കിന് മുമ്പിൽ നമ്മൾ എപ്പോഴും ഓണത്തിനൊക്കെ വിളക്കിന് മുമ്പിൽ വിളമ്പാറുണ്ട്. അതാണ് ഇപ്പോൾ വിളമ്പുന്നത് ഗൈസ്. നമ്മളിത് വിളമ്പി കഴിയുമ്പം കുറച്ച് നേരം ഇവിടുന്ന് മാറി നിൽക്കണം ഗൈസ്. ഇത് കഥവെല്ലാം ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് മാറി നിൽക്കണം. അങ്ങനെയാണ് നമ്മളുടെ വിശ്വാസം. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ 2:45 ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണ്, ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു ഈ പ്രാവശ്യം ഓണത്തിന്. 3 പേരെന്ന് പറയാൻ പറ്റില്ല, 5 പേര്. ഞാൻ, അമ്മ, നെസ്ലെ, അപ്പ, ബിങ്കോ. ഈ വിളമ്പുന്ന കറികളെല്ലാം അമ്മ തനിയെ പ്രിപ്പയർ ചെയ്താട്ടോ. എനിക്ക് കുക്കിംഗ് അറിയത്തേയില്ല. അമ്മ പക്ഷെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. എല്ലാ കറിക്കും അടിപൊളി ടേസ്റ്റാണ്. അമ്മ കിച്ചണിൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ അമ്മയെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് അമ്മ വിളമ്പിത്താന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മയെ കൊണ്ട് വിളമ്പിക്കുന്നതാണ് കേട്ടോ ഇത്. എൻ്റെ ഫേവറേറ്റ് പായസം പാലടയാണ്. അപ്പാടത് പരിപ്പ് പായസം. അപ്പോൾ അമ്മ രണ്ടും ഉണ്ടാക്കി, പാലട ഉണ്ടാക്കി പരിപ്പ് പായസം ഉണ്ടാക്കി തന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഒരു ഹാപ്പി ഓണം പറ. അമ്മയും പറഞ്ഞേ ഹാപ്പി ഓണം. ചോറ് എന്നെയും വേണം കഴിക്ക്. എനിക്ക് അങ്ങനെ കഴിക്കുന്നതിൻ്റെ എന്തോന്ന് പറയുന്നത്. കട്ട് ചെയ്യാണ്ട് അങ്ങനെ ഓണമെല്ലാം കഴിഞ്ഞു. അത് വെള്ളത്തിൽ കുഴച്ചിട്ട് കളയടയ്ക്കാൻ ഇങ്ങനെ ചപ്പാത്തി പോലെ ഇരിക്കും. മക്കളെ വെള്ളം കൂടിയിട്ട. അപ്പൊ ഈ വർഷത്തെ ഓണപരിപാടികളുടെ കൊട്ടൊക്കെ ചെയ്തതായിരുന്നു.